അല്ല, വിമാനയച്ചതും കൊണ്ടുപോയതും ഒക്കെ അവരുടെ താല്പര്യത്തിന്റെ ഭാഗമായിരിക്കും. അവിടെ ഒരു വ്യവസായം വരുന്നത് നല്ലതാണ് എന്ന് തെലങ്കാന സംസ്ഥാനം കാണുന്നുണ്ടായിരിക്കും. അങ്ങനെ ഇദ്ദേഹത്തിന്റെ ഒരു ഓഫർ വന്നപ്പോൾ അതിന്റെ ഭാഗമായി പോകുന്ന നിലയെ അവർ വിമാനം അയച്ച് സ്വീകരിക്കുന്ന നിലയായിരിക്കും ഉണ്ടായിട്ടുണ്ടാകുക. അത് ഭാവിയിൽ തെളിയിക്കേണ്ട കാര്യമാണ് എന്താണ് എന്നുള്ളത്. ഞാനിപ്പോൾ അതിൻ്റെ അകത്ത് മറ്റൊരു നിലപാട് സ്വീകരിക്കാൻ പോകുന്നില്ല. പക്ഷേ ഇത് ഉയർത്തുന്ന ഗൗരവമായ പ്രശ്നങ്ങളുണ്ട്. അതിൽ ഇപ്പോൾ നമ്മുടെ സംസ്ഥാനത്ത് ഒരുപാട് വസ്തുതകൾക്ക് നിരക്കാത്ത വാദങ്ങൾ ഈ ഘട്ടത്തിൽ ഉയർന്നു വന്നിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് കേരളം എന്ന സംസ്ഥാനം നിക്ഷേപത്തിന് അനുകൂലമല്ല എന്നതാണ്. ഇത് പണ്ട് നമ്മുടെ സംസ്ഥാനത്ത് പറഞ്ഞു വരുത്തിയ ഒരു ആക്ഷേപമായിരുന്നു. എന്നാൽ അത് പൂർണ്ണമായി തന്നെ നമ്മുടെ നാട് നിരാകരിച്ചിട്ടുണ്ട്. ഇപ്പം നാട്ടിനെക്കുറിച്ച് അറിയാവുന്ന എല്ലാവരും, അത് വ്യവസായികളായാലും ഇവിടെ വ്യവസായം നടത്തുന്നവരായാലും ഇവിടത്തെക്കുറിച്ച് അറിയുന്ന വ്യവസായികളായാലും അവരെല്ലാം ഏറ്റവും വലിയ നിക്ഷേപ സൗഹൃദമുള്ള സംസ്ഥാനമാണ് കേരളം എന്ന നിലയിലാണ് കാണുന്നത്. അതുകൊണ്ട് തന്നെ മറ്റൊരു വാദം, ഈ നിക്ഷേപ സൗഹൃദമല്ല എന്നൊരു വാദം ഉയർത്തുമ്പോൾ അത് കേരളത്തിനെതിരായൊരു വാദമായിട്ട് മാത്രമേ കണക്കാക്കാൻ പറ്റൂ. കേരളത്തെ അപമാനിക്കാനുള്ള ഒരു ആസൂത്രിത നീക്കം എന്ന നിലക്ക് മാത്രമേ അതിനെ കണക്കിലെടുക്കാൻ പറ്റൂ. ഇപ്പോൾ ദേശീയ തലത്തിൽ എടുത്താൽ മികച്ച നിക്ഷേപ സൗഹൃദ അന്തരീക്ഷമുള്ള സംസ്ഥാനമാണ് കേരളം. നാം ഇപ്പോൾ പ്രഖ്യാപിച്ചിട്ടുള്ളത് തന്നെ വിജ്ഞാന സമ്പദ്ഘടനയിലേക്കുള്ള മാറ്റമാണ്. അതിനുള്ള നടപടികളാണ് നാം സ്വീകരിച്ചു പോകുന്നത്. ഇപ്പം നമ്മുടെ സംസ്ഥാനത്തിൻ്റെ അവസ്ഥ എന്താണ്? ഇപ്പം നീതി ആയോഗ് ഈ മാസം പ്രസിദ്ധപ്പെടുത്തിയ സുസ്ഥിര വികസന സൂചികയുണ്ട്. രാജ്യത്തെക്കുറിച്ചാണത്. പക്ഷെ അതിൽ കേരളമാണ് ഒന്നാം സ്ഥാനത്ത്. കേരളം നേടിയത് 75 സ്കോറാണ്. സൂചികയിലെ പ്രധാന പരിഗണനാ വിഷയം വ്യവസായ വികസനമാണ്. ആ വ്യവസായ വികസനമാണ് ഈ നേട്ടം കൈവരിക്കാൻ നമ്മളെ ഏറ്റവും പ്രധാനമായി സഹായിച്ചത്. പിന്നെ നീതി ആയോഗിൻ്റെ തന്നെ മറ്റൊരു സൂചികയായ ഇന്ത്യ ഇന്നവേഷൻ സൂചികയിൽ മികച്ച ബിസിനസ് സാഹചര്യം, മനുഷ്യ മൂലധനം എന്നീ വിഭാഗങ്ങളിൽ 2ാം സ്ഥാനവും മെച്ചപ്പെട്ട നിക്ഷേപ സാഹചര്യങ്ങൾ എന്ന വിഭാഗത്തിൽ 4ാം സ്ഥാനവും കേരളത്തിന് കൈവരിക്കാനായി. ഇതൊന്നും ആർക്കും മറച്ചു വെക്കാൻ കഴിയുന്ന കാര്യമല്ല. ഇതൊക്കെ ചില വസ്തുതകളുടെ അടിസ്ഥാനത്തിൽ കണക്കാക്കുന്നതാണല്ലോ. അതേപോലെ തന്നെ നാഷണൽ കൗൺസിൽ ഓഫ് അപ്ലൈഡ് എക്കണോമിക്സ് റിസർച്ച് അവരുടെ 2018 നിക്ഷേപ സാധ്യതാ സൂചികയിൽ കേരളം 4ാമതായിരുന്നു. ഭൂമി, തൊഴിൽ, രാഷ്ട്രീയ സ്ഥിരത, ബിസിനസ് അവബോധം ഇങ്ങനെയുള്ള ഘടകങ്ങൾ പരിഗണിച്ചുകൊണ്ടാണ് അവരുടെ വിലയിരുത്തലുണ്ടായത്. ഇപ്പോൾ നിങ്ങൾക്കെല്ലാവർക്കും അറിയാം, ഈ കേരളത്തിൽ വ്യവസായം നടത്തുന്നവർക്കും വ്യവസായത്തിൽ താല്പര്യമുള്ളതുമായ എല്ലാവർക്കും അറിയാം, ഈ സർക്കാർ അധികാരത്തിലെത്തിയതിനു ശേഷം, ഇപ്പോഴത്തല്ല ഞാൻ പറയുന്നത്, 2016 മുതലുള്ള കാര്യമാണ് ഞാൻ പറയുന്നത്, സുപ്രധാനമായ വ്യവസായ നിക്ഷേപ അനുകൂല നടപടികളാണ് സംസ്ഥാനത്ത് സ്വീകരിച്ചു വന്നത്. അതിൻ്റെ ഭാഗമായി വ്യവസായ തർക്ക പരിഹാരത്തിനായി സ്റ്റാറ്റ്യൂട്ടറി സ്വഭാവത്തോടെ ജില്ലാതല സമിതികൾ രൂപീകരിക്കാൻ ഇപ്പോൾ ഗവൺമെൻറ് വന്നപ്പോൾ ആദ്യ മന്ത്രിസഭാ യോഗം തന്നെ തീരുമാനിക്കുകയുണ്ടായി. വ്യവസായ സ്ഥാപനങ്ങളിലെ പരിശോധനയ്ക്കായി കേന്ദ്രീകൃത സംവിധാനം രൂപീകരിക്കുമെന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇത് സോഫ്റ്റ്വെയർ അധിഷ്ഠിതമായ പരാതിരഹിത സംവിധാനം എന്ന നിലക്കാണ് പ്രവർത്തിക്കുക. അതോടൊപ്പം നിലവിലുള്ള ത്രിതല സംവിധാനമുണ്ട്.
അതിനു പുറമെ സംസ്ഥാനത്തെ എല്ലാ വ്യവസായ പാർക്കുകളിലും സംരംഭകർക്ക് അതിവേഗം അനുമതി ലഭ്യമാക്കുന്നതിന് ഏകജാലക ബോർഡുകൾ രൂപീകരിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. ഇതിനു പുറമെ MSMEകൾ കോവിഡ് മഹാമാരി സൃഷ്ടിച്ച പ്രതിസന്ധി മറികടക്കുന്നതിന് 1416 കോടി രൂപയുടെ സഹായ പദ്ധതിയാണ് MSMEകൾക്ക് സർക്കാർ പ്രഖ്യാപിച്ചത്. പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ നവീകരണത്തിനായുള്ള മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കുകയാണ്. കൊച്ചി ബാംഗ്ലൂർ വ്യവസായ ഇടനാഴിക്കായി സ്ഥലമേറ്റെടുക്കുന്ന പ്രക്രിയ പൂർത്തിയാക്കാനുള്ള നടപടികളാണ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഇതിനെല്ലാം ഒട്ടേറെ നിയമങ്ങളിൽ മാറ്റം വരുത്തി നടപടികളെ ലളിതമാക്കി നിക്ഷേപകർക്കും സംരംഭകർക്കും അനുകൂലമായ സാഹചര്യം സൃഷ്ടിക്കാനാണ് സർക്കാർ തയ്യാറായിട്ടുള്ളത്. അപ്പോൾ ഒരുപാട് നടപടികളാണ് ഈ കാര്യത്തിന് വേണ്ടി LDF സർക്കാർ സ്വീകരിച്ചിട്ടുള്ളതെന്ന് കാണാൻ നമുക്ക് സാധിക്കും. വ്യവസായ നിക്ഷേപത്തിനുള്ള നടപടികൾ ലളിതമാക്കാൻ 7 നിയമങ്ങൾ 10 ചട്ടങ്ങൾ ഭേദഗതി ചെയ്ത് കേരള ഇൻവെസ്റ്റ്മെന്റ് ആൻഡ് ഫെസിലിറ്റേഷൻ ആക്ട് 2018 നടപ്പാക്കി. അതിൻ്റെ പ്രത്യേകതകൾ നമ്മുടെ സംസ്ഥാനത്തെ വ്യവസായികൾക്കെല്ലാം അറിയാവുന്നതാണ്. നിക്ഷേപത്തിനുള്ള ലൈസൻസും അനുമതികളും വേഗത്തിൽ ലഭ്യമാക്കാൻ കേരള സിംഗിൾ വിൻഡോ ഇന്റർഫേസ് ഫോർ ഫാസ്റ്റ് ആൻഡ് ട്രാൻസ്പെറന്റ് ക്ലിയറൻസ്, അതാണ് ചുരുക്കത്തിൽ K-SWIFT എന്ന് പറയുന്നത്, ആ പേരിൽ ഓൺലൈൻ ക്ലിയറൻസ് സംവിധാനം ആവിഷ്കരിച്ചു. എല്ലാ വ്യവസായികളും പ്രശംസിച്ച കാര്യമാണത്. 30ഓളം വകുപ്പുകളുടെ അനുമതിക്കായി ഏകീകൃത അപേക്ഷാ ഫോറം ഇതിൻ്റെ ഭാഗമായി തയ്യാറാക്കിയിട്ടുണ്ട്. അതിൻ്റെ പ്രത്യേകത എന്താ? 30 ദിവസത്തിനകം അപേക്ഷകളിൽ തീരുമാനമെടുക്കണം. ഇല്ലെങ്കിൽ കൽപ്പിത അനുമതി ലഭിച്ചതായി കണക്കാക്കും എന്ന വ്യവസ്ഥയും കൊണ്ടുവന്നു. മുൻകൂർ അനുമതിയില്ലാതെ MSME വ്യവസായങ്ങൾ ഇപ്പോൾ ആരംഭിക്കാം. കേരള സൂക്ഷ്മ ചെറുകിട ഇടത്തരം വ്യവസായ സ്ഥാപനങ്ങൾ സുഗമമാക്കൽ എന്നൊരു നിയമം നാം പാസ്സാക്കിയിട്ടുണ്ട്. ഒരു സാക്ഷ്യപത്രം കൊടുത്ത് വ്യവസായം തുടങ്ങാം. ഇതാണ് കേരളത്തിലെ ഇന്നത്തെ അവസ്ഥ. 3 വർഷം കഴിഞ്ഞ് 6 മാസത്തിനകം ലൈസൻസും അനുമതികളും നേടിയാൽ മതി. ധാരാളം സമയം അവർക്ക് ലഭിക്കുകയാണ് ആവശ്യമായ അനുമതിയൊക്കെ സമ്പാദിക്കുന്നതിന്. ഇത്തരമൊരു സ്ഥിതി നിലവിലുള്ള ഏക സംസ്ഥാനമാണ് കേരളം. കഴിഞ്ഞ 5 വർഷം എടുത്താൽ ആ 5 വർഷത്തിനുള്ളിൽ മാത്രം 70,946 ചെറുകിട വ്യവസായ യൂണിറ്റുകൾ പുതുതായി ആരംഭിച്ചിട്ടുണ്ട്. 6,612 കോടി രൂപയുടെ നിക്ഷേപം ഇവിടെ എത്തിയിട്ടുണ്ട്. 2 ലക്ഷം യൂണിറ്റുകൾ കേരളത്തിൽ പ്രവർത്തിക്കുകയാണ്. 100 കോടി രൂപ വരെ മുതൽ മുടക്കുള്ള വ്യവസായങ്ങൾക്ക് ഒരാഴ്ചക്കകം അനുമതി നൽകാനുള്ള നിയമ ഭേദഗതിയാണ് ഇവിടെ കൊണ്ടുവന്നിട്ടുള്ളത്. നിക്ഷേപകര് ബന്ധപ്പെട്ട രേഖകൾ ഹാജരാക്കിയാൽ ഒരാഴ്ചക്കകം ആവശ്യമായ അംഗീകാരം നൽകും. K-SWIFT വഴി അപേക്ഷയും നൽകാം. MSME വ്യവസായങ്ങൾ ആരംഭിക്കുന്നതിനുള്ള അപേക്ഷകളിൽ നടപടികൾ വേഗത്തിലാക്കാൻ KSIDC MD കൺവീനറായി നിക്ഷേപം സുഗമമാക്കൽ ബ്യൂറോ രൂപീകരിച്ചിട്ടുമുണ്ട്. ഇനി സംരംഭകർക്ക് എന്തെങ്കിലും സംശയം ഉണ്ടായാൽ അതിന് മറുപടി നൽകാനുള്ള ടോൾ ഫ്രീ സൗകര്യമുണ്ട്. സംരംഭക അനുമതിക്കുള്ള അപേക്ഷകൾ വേഗത്തിൽ തീർപ്പാക്കുന്നതിന് രൂപീകരിച്ച ഇൻവെസ്റ്റ്മെന്റ് ഫെസിലിറ്റേഷൻ സെന്ററുണ്ട്. ഇൻവെസ്റ്റ് കണക്ട് ന്യൂസ് ലെറ്റർ ഉണ്ട്. വ്യവസായ ലൈസൻസ് കാലാവധി 5 വർഷമായി വർദ്ധിപ്പിക്കാനുള്ള നടപടി, അത് വ്യവസായികളുടെ ദീർഘകാലത്തെ ആവശ്യമാണ്. ലൈസൻസ് പുതുക്കുന്നതിന് ഓട്ടോ റിന്യൂവൽ സൗകര്യം, സ്വകാര്യ വ്യവസായ പാർക്കുകൾക്കുള്ള അനുമതി, അസന്റ് നിക്ഷേപ സംഗമം തുടങ്ങിയവ കഴിഞ്ഞ 5 വർഷക്കാലത്തിനുള്ളിൽ നിക്ഷേപം ആകർഷിക്കുന്നതിനു വേണ്ടി നമ്മുടെ സംസ്ഥാനത്ത് സ്വീകരിച്ച പദ്ധതികളാണ്.
ഇപ്പൊ സർക്കാർ ലക്ഷ്യമിടുന്നത് എന്താ? ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് റാങ്കിങ്ങിൽ 10ാം സ്ഥാനത്തേക്ക് കേരളത്തെ ഈ വർഷം എത്തിക്കാനുള്ള നടപടികളാണ് പുരോഗമിക്കുന്നത്. ഇതിനിടയിൽ ഒറ്റപ്പെട്ട എന്തെങ്കിലും ചൂണ്ടിക്കാണിച്ച് സംസ്ഥാനത്തിൻ്റെ വ്യവസായ പുരോഗതിക്ക് തടസ്സം സൃഷ്ടിക്കാനുള്ള ശ്രമം നല്ലതല്ല. അത്തരം നീക്കങ്ങൾ നാടിൻ്റെ മുന്നോട്ട് പോക്കിനെ തകർക്കാനുള്ളതായിട്ട് മാത്രമേ മറ്റെല്ലാവരും വിലയിരുത്തുകയുള്ളൂ. ഒരു കാര്യം നാം കാണണം, നിയമവും ചട്ടങ്ങളും പാലിക്കാൻ എല്ലാവരും ബാധ്യസ്ഥരാണ്. പരാതികൾ വന്നാൽ സ്വാഭാവികമായി പരിശോധനയുണ്ടാവും. അത് ഏതെങ്കിലും തരത്തിലുള്ള വേട്ടയാടലായി കാണേണ്ടതായിട്ടേ ഇല്ല. ഒരു കാര്യം വ്യക്തമാണ്, ഈ കേരളത്തിൽ വ്യവസായം നടത്തുന്ന എല്ലാവർക്കും ബോധ്യമുള്ള കാര്യമാണ്, ആരെയും വേട്ടയാടാൻ ഈ സർക്കാർ തയ്യാറല്ല എന്നുള്ളതാണ് ആ കാര്യം. അത് പല വ്യവസായികളും പരസ്യമായി തന്നെ സമ്മതിക്കുന്ന കാര്യവുമാണ്. അതുകൊണ്ട് കേരളത്തിൻ്റെ വ്യാവസായിക അന്തരീക്ഷം കൂടുതൽ സൗഹൃദമാക്കാനും നിക്ഷേപ സൗഹൃദ അന്തരീക്ഷം നല്ല രീതിയിൽ വളർത്തിക്കൊണ്ടുവരാനും സർക്കാർ സ്വീകരിക്കുന്ന നടപടികൾ നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോകും. നമ്മൾ സമയം കഴിഞ്ഞു പോയി, ബാക്കി കാര്യം നമുക്ക് പിന്നീടാകാം. കോവിഡ് കണക്കുകൾ വിശദീകരിക്കാൻ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ